ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വൻപയർ മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇത് തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു 7-8 മണിക്കൂർ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ അതൊരു കുക്കറിലിട്ട് വെള്ളവും ഉപ്പും കുറച്ച് വെളുത്തുള്ളിയും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് മൂടി വെച്ച് നന്നായി വേവിക്കണം. ഒരു 3 വിസിൽ വരുന്നവരെ വേവിക്കണം കേട്ടോ. ഇതിൽ ഈ വൻപയറിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫോളിക് ആസിഡ്, അന്നജം, അതുപോലെ ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. ദിവസവും കഴിച്ചാൽ ഏറ്റവും ഗുണം കേട്ടോ. അത് നമ്മുടെ ശരീരത്തിലുള്ള ഈ പൊട്ട കൊളസ്ട്രോളൊക്കെ ഇല്ലേ, ചീത്ത കൊളസ്ട്രോളൊക്കെ മാറ്റി നല്ല കൊളസ്ട്രോൾ ആകും. അങ്ങനെ കുറച്ച് ഗുണങ്ങളുള്ള പയറാണ് ഈ വൻപയർ. ധാരാളം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 100 ഗ്രാം വൻപയറിൽ 24-25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. ഇതിലേക്കൊരു 3 വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത്, കറിവേപ്പില, ഒരു പച്ചമുളക് എന്നിവ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ പച്ചമുളകിൻ്റെയും അതുപോലെ വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി, അത് നന്നായി ചെറുതായി ഇങ്ങനെ ചോപ്പ് ചെയ്തത്, ഒരു ഉണക്കമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾക്ക് വേവിച്ച് വെച്ച പയറിട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കണം. അപ്പോൾ നമ്മുടെ വൻപയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ.